ഹായ് ഫ്രണ്ട്സ്, അഞ്ജു ആൻഡ് നിവി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബ്രെഡ് റെസിപ്പിയാണ്. ഈ ബ്രെഡ് റെസിപ്പിക്ക് നല്ലൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമല്ലോ. നമ്മുടെ ബ്രെഡ് റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചീസ്, തക്കാളി, കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, മയോണൈസ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഞാൻ ഉപ്പ് വെക്കാൻ ജസ്റ്റ് വിട്ടുപോയിട്ടുണ്ട്, ഉപ്പും കൂടെ ഉണ്ടാവും. സോ ബ്രെഡ്, ബട്ടർ. നമുക്ക് വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് ആഡ് ചെയ്യാം. 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ് ചേർക്കാം. ചെറുതായി കൊത്തിയരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവയുടെ പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് വെജിറ്റബിൾസ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ്, റെഡ്, യെല്ലോ, ഗ്രീൻ കളർ ക്യാപ്സിക്കംസ് എന്നിവ ആഡ് ചെയ്ത് നമുക്ക് ഈ വെജിറ്റബിൾ മിക്സ് കൂടുതൽ കളർഫുൾ ആക്കാം. ഇനി സോസ് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ മയോണൈസ്, 2 ടീസ്പൂൺ ബട്ടർ ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ സോസും മയോണൈസും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഡിസൈൻ ചെയ്യാം. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൻ്റെ മൂടിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ബ്രെഡ് ആണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കഷ്ണം ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മൂടിയേക്കാളും ചെറിയൊരു മൂടി എടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് മാത്രം കട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന അതൊന്നും ജസ്റ്റ് ഒഴിവാക്കണ്ട. നമുക്കത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പിക്കല്ല, വേറെ പല റെസിപ്പിക്ക് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഫ്രൈങ് പാനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. നമ്മുടെ ബ്രെഡ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് മിക്സ് ഉണ്ടല്ലോ, അത് ഈ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസും മയോണൈസും അതുപോലെ ബട്ടറും ചേർത്തിട്ടുള്ള മിക്സ് ആണിത്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത പീസ് ഉണ്ടല്ലോ, ആ ബ്രെഡ് പീസ് വെക്കാം. ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വളരെ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തതായിരിക്കണം. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ ചീസ് മെൽറ്റ് ചെയ്യേണ്ട സമയം മാത്രമേ കുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മല്ലിയിലൊക്കെ വെച്ചൊന്ന് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കളർഫുൾ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ലുക്ക് കുറച്ചുകൂടെ കൂടും. ഞാൻ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കുക. അതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ചേർക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, എങ്കിൽ മാത്രമേ ചീസ് മെൽറ്റ് ചെയ്ത് കിട്ടുള്ളൂ. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത്തരം റെസിപ്പീസ് കാണുമ്പോൾ അവർ ലുക്ക് കണ്ടാൽ അവർ കഴിക്കാൻ തയ്യാറാവും. കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഇത്തരം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഈ ഈസി റെസിപ്പി. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ മൈദ കൊണ്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഒക്കെ ബ്രെഡ് അവൈലബിൾ ആണ്. ഗോതമ്പ് കൊണ്ടുള്ള ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലേശം കൂടെ ഹെൽത്തി ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ബ്രെഡ് റെസിപ്പിക്ക് നല്ല പേര് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ.
പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു.